ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ചാറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഓഗസ്റ്റ് മന്ത് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫയൽ വെച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ടെർമലിന്റെ ഒരു വാണ്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയല്. സെക്കൻഡ് ഫയല് ഈ ക്ലിയർ കോഡ്സിന്റെ വാണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ പ്രൊട്ടക്ഷനും ഞാൻ ഹീലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാണ്ടാണ് കേട്ടോ. ഇത് ഈ ബ്ലാക്ക് ടെർമലൈൻ എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ക്രിസ്റ്റലാണ് ബ്ലാക്ക് ടെർമലൈൻ. അപ്പൊ ഇത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ നല്ലതാണ്. നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഹീൽ ചെയ്താൽ കുറേയൊക്കെ അങ്ങ് മാറിപ്പോവും. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ളതാണ്. നല്ല ഉപയോഗമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ റീഡിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ ശരിക്കും ഞാൻ ടയേർഡായി പോവായിരുന്നു. അപ്പൊ ഇത് എനിക്ക് അതിന്ന് കുറെ മാറ്റമുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഫയല്. ഈ ഒരു ക്ലിയർ കോഡ്സിൻ്റെത് ഈ ഒരു വാണ്ട് സെക്കൻഡ് ഫയലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നിയ ഒരു വാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലായിട്ട് സ്വീകരിക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫയല്. നിങ്ങൾക്ക് ഫസ്റ്റ് ഫയലിന്റെ റീഡിങ്ങിലേക്ക് പോവാം. ഈ ഓഗസ്റ്റ് മന്തില് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, റിലേഷൻഷിപ്പ്, കരിയർ, അതൊക്കെ എങ്ങനെയാണ്, പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. ഓഗസ്റ്റ് മന്ത് എങ്ങനെയായിരിക്കും. ക്യൂൻ ഓഫ് കപ്പ്, ത്രീ ഓഫ് പെന്റക്കിൾ, കിങ് ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെന്റക്കിൾ. ബോട്ടം വന്നിട്ടുള്ളത് 4 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. പേഷ്യൻസ്, ദ സണ്ണും വന്നിട്ടുണ്ട്. ഇംപേഷ്യൻസ് ആണ്. പേഷ്യൻസിന്റെ നേരെ താഴെ വന്നിട്ടുള്ളത് ഇംപേഷ്യൻസ് ആണ്. അപ്പൊ അതിനെന്തോ ഒരു കാര്യമുണ്ടല്ലോ. ഗോസിപ്പും വന്നിട്ടുണ്ട്. നമുക്ക് ടീ ലീഫിന് കൂടി കുറച്ച് കാർഡ്സ് നോക്കാട്ടോ. ഫ്ലോർ ലീഫ് ക്ലോവർ ആണ് വന്നിട്ടുള്ളത്. ക്ലോവർ, ഡോഗ്, ജൂൺ മന്ത് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. സോറി. അപ്പൊ ഈ ഒരു മാസം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ ശക്തമായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് അവഗണിക്കാതെ, അല്ലെങ്കിൽ അത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇമോഷണലി നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മാസമായിരിക്കാം. അപ്പോൾ കുറച്ച് ബുദ്ധിപൂർവം കൂടി കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അങ്ങനത്തെ അതും കൂടെ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധി കൂടി ഉപയോഗിക്കണം എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങ് ഹീലാകുന്ന ഒരു സമയമാണ്. അതായത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം ആയിരുന്നെങ്കിലോ ഒക്കെ അത് പെട്ടെന്ന് ഹീലാകുന്ന ഒരു സമയമാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ള 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ ഈ മാസം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ സഹായം വരുന്നു എന്നാണ് കാണുന്നത്.
ഒറ്റയ്ക്ക് ആയിരുന്നു, ഒറ്റയ്ക്കാണ്, എനിക്കൊരു ആരും സഹായത്തിനില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ ഒരു എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ കണക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് ആരൊക്കെയോ നിങ്ങളിലേക്ക് സഹായം എത്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ജോലി, നിങ്ങളുടെ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അതിലൊക്കെ പുതിയ അവസരങ്ങൾ ഉണ്ടാകാം. ഈ ഒരു കൂട്ടുകെട്ടത് മൊത്തം പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു കാർഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് തെളിയിക്കാൻ പറ്റും ഈ ഒരു സമയം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഈ ഒരു സമയം പറ്റും എന്നാണ് കാണുന്നത്. നല്ല ആത്മവിശ്വാസമായിരിക്കും, നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഒരു മാസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും നമ്മൾ എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. പക്ഷെ വളരെ നല്ല മെച്ചുവേർഡ് ആയിരിക്കും ഈ ഒരു മാസം. നിങ്ങളിൽ നിങ്ങൾക്കൊരു വിശ്വാസം വരുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. അപ്പോൾ ഓരോ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. അത് വീട് ഒക്കെ വെക്കുന്ന ആൾക്കാർക്ക് വീട് പണി തുടങ്ങുകയും അത് പെട്ടെന്ന് പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടോ. ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ബേസ് ഉണ്ടാക്കുന്ന സമയമാണെന്ന് പറയാം. അപ്പൊ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് വേണ്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു സമയം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്നു. വീടാകാം, വാഹനമാകാം, ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നതാകാം. എന്തായാലും അതിൽ വളരെ നിങ്ങളുടെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തി അവരെ കൂടി കണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇത് വീണ്ടും വന്നിട്ടുള്ളത് 4 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു ആഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു സന്തോഷവും ഒരു സ്ഥിരതയൊക്കെ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേട്ടമാക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് വീട്ടുകാരായിട്ടായിരിക്കും, കുടുംബവുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷ വാർത്തകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് പേഷ്യൻസ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ടുള്ളത് ഇംപേഷ്യൻസും ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി എടുത്ത് നോക്കിയപ്പം തൊട്ടടുത്ത് വന്നത് ഇംപേഷ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് സമയത്തെ വിശ്വസിക്കണം എന്നാണ്. നിങ്ങൾക്ക് അക്ഷമരാകരുത്. ഇംപേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു അക്ഷമയോടുകൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻസ് വേണം എന്നാണ് കാണുന്നത്. ഇത് ഡിവൈനായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇത്രയും കാലം ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം, ഒരു ചില കാര്യങ്ങൾ കിട്ടാത്ത കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ ക്ഷമ നശിച്ചു പോകരുത്. ചിലപ്പോൾ ഒരു ക്ഷമ നശിച്ചു പോകണം, ഒരു അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നേക്കാം. നിങ്ങൾ ക്ഷമ നശിച്ച് അതൊന്ന് മാറിപ്പോണ സമയത്തായിരിക്കും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടണത്. അതുകൊണ്ട് ക്ഷമ നശിച്ച് ഒരു കാര്യവും സ്റ്റോപ്പ് ചെയ്ത് ഈ ഒരു മാസത്തിൽ നിങ്ങൾ പോകാതിരിക്കുക. ഒരു പരീക്ഷണമായിരിക്കും കേട്ടോ ഈ മാസം. നിങ്ങൾക്കൊരു ക്ഷമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ള സണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിജയം ഉണ്ടാകുന്ന, ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ പക്ഷെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഗോസിപ്പാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു മാസം ഉണ്ടായേക്കാം. ആ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ തീരുമാനങ്ങളെക്കുറിച്ചോ അപ്പോൾ ചിലർ സംസാരിക്കാനുള്ളൊരു അവസരമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വിമർശിക്കാം, ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം.
പക്ഷെ അത് നിങ്ങളുടെ വിജയത്തെ ബാധിക്കരുത്. അപ്പോൾ നമ്മൾ വളരുംതോറുമാണ് നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. നമുക്ക് വിമർശിക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളവരെ മാത്രമല്ലേ ആളുകൾ വിമർശിക്കുള്ളൂ. അപ്പോൾ എന്താണ്, ഫലമുള്ള മരത്തിൽ മാത്രമേ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഫലമുണ്ട് എന്ന് അറിയാം. അപ്പോൾ വിമർശിച്ചിട്ട് കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയായിരിക്കും ഈ വിമർശനമൊക്കെ വരണത്, അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ വരണത്. അത് മനസ്സിലാക്കുക. അപ്പോൾ പക്ഷെ ഇത് നിങ്ങളുടെ വളർച്ചയെ ഒരിക്കലും തടയുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ. അതില് നിങ്ങൾ നന്നായിട്ട് പ്രകാശിച്ചിരിക്കുന്ന സമയത്താണ്, നല്ല പ്രകാശമുള്ള സ്ഥലത്താണ് മറ്റേ ഇരുട്ടില് ബൾബിടുമ്പോ ഈ പ്രാണികൾ വരുന്നത് പോലെ പ്രകാശമുള്ള സ്ഥലത്ത് പല ഗോസിപ്പും വന്നേക്കാം. അപ്പോൾ അത് നിങ്ങളുടെ വിജയത്തെ തടയരുത്. നിങ്ങളായിട്ട് അതിൽ എന്തെങ്കിലും ഗോസിപ്പ് കേട്ടെന്ന് വിചാരിച്ചിട്ട് അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറയേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ കുടുങ്ങി പോകാതെ ഇരിക്കുക. ഇതില് അടുത്ത് വന്നിട്ടുള്ളത് 4 ലീഫ് ക്ലവർ ആണ്. അപ്പൊ ഇതില് ഈ ഒരു സമയം ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ചിലപ്പം അപ്രതീക്ഷിതമായ എന്തെങ്കിലും നല്ല അവസരങ്ങളോ സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അനുഗ്രഹമോ ഒക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നേക്കാം എന്നാണ് കാണുന്നത്. പിന്നെ ഡോഗ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ടാണ്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ പിന്തുണ നിങ്ങൾക്ക് വന്നേക്കാം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല, ശരിയായ സമയത്ത് ശരിയായ വ്യക്തികൾ നിങ്ങളെ സഹായിക്കും എന്നാണ്. പിന്നെ ജൂൺ കാർഡ് വരുന്നത് ജൂൺ മാസത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, അല്ലെങ്കിൽ അന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ചിലപ്പോൾ അത് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും ആൾറെഡി, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിത് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ആഗസ്റ്റില് ചിലപ്പോൾ അത് നടക്കുമായിരിക്കാം. ഈ ഒരു മാസം നടക്കുമെന്നാണ്. ഇപ്പൊ 3 മാസത്തിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ മാസത്തിൽ അത് നടക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ജൂണിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാതെ വെച്ച എന്തോ ഒരു കാര്യം, ചിലപ്പോൾ ജൂണിൽ നിങ്ങളൊരു വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ലെങ്കിൽ ഓഗസ്റ്റിൽ നടക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. അത് വീണ്ടും നിങ്ങൾ നടത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ക്ഷമ കൈവിടാതിരിക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ ഗോസിപ്പ് പറയുന്നത് കേട്ട് നിങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പൈല്, അതായത് ഈ ബ്ലാക്ക് ടെർമലൈൻ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത, അതായത് ഈ ക്ലിയർ കോഡ്സ് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ഓഗസ്റ്റ് മന്തിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ 2 of Pentacles, 7 of Wands, 6 of Wands, 3 of Wands. ഓട്ടം വന്നിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്. കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്, ജോയ് വന്നിട്ടുണ്ട്, ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേൽ, സ്റ്റോം വാണിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ.
സൺറൈസ്, മ്യൂൾ, ബുക്കെ. അപ്പൊ ഇതില് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്ന സമയമാണ് കേട്ടാ. കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് പല കാര്യങ്ങളും ഒരുമിച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ, എന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അത് ആ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ ഈ ഒരു മാസവും നിങ്ങൾ കുറച്ച് ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. ഒരു മൾട്ടി ടാസ്കിങ് ആയിട്ട് പെരുമാറേണ്ടി വരും എന്നാണ് കാണുന്നത്. ചിലപ്പോ അത് ജോലി, നിങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തി ജീവിതം ആയിട്ട് ബന്ധപ്പെട്ട് ശരിയായ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഒരു സമയം. ചിലപ്പോ നമ്മള് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത് കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം അതങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് 7 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. പിന്നെ എല്ലാരെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ശ്രമിക്കണ്ട. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുപോലെ സന്തോഷിപ്പിച്ച് എല്ലാരെയും ഒരേപോലെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റൂല പല കാര്യങ്ങളിലും. പുറത്ത് നല്ല മഴയുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ. അപ്പം മഴയുടെ ഒച്ച നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതൊന്ന് ക്ഷമിക്കുക, കേൾക്കാമായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിലകൊള്ളുക. കാരണം നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, നല്ല പ്രൊട്ടക്ഷനിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പുറത്തുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 6 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് ഇത്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ചില കാര്യങ്ങൾക്കുള്ള അംഗീകാരം ഈ ഒരു സമയം വരുന്നു എന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശംസ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലക്ഷ്യം വിജയിച്ചു എന്ന് നിങ്ങൾ അങ്ങനെ ഒരു ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് സാധിച്ചു, ഞാൻ എന്റെ ഹാർഡ് വർക്കിന് ഫലമുണ്ടായി എന്നൊക്കെ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കേട്ടോ അതില്. അങ്ങനത്തെ സന്തോഷമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം. പിന്നെ 3 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു 3 ഓഫ് വാൻഡ്സ് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ പുതിയ കുറെ വാതിലുകൾ തുറക്കുന്നുണ്ട്. അപ്പോ അതായത് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലർക്ക് അതൊരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയായിരിക്കാം. ചില ആൾക്ക് ഇതൊരു പുതിയ അവസരങ്ങൾ, ചിലപ്പോൾ വിദേശത്തേക്ക് ഒരു അവസരം വരാം. വിദേശത്തേക്ക് ചിലപ്പോൾ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു അവസരം നിങ്ങൾക്ക് ഈ ഓഗസ്റ്റില് വിദേശത്തേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്. അപ്പോ ഇത് ഈ ഒരു മാസം നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ഒരു ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ഷമയും ആത്മവിശ്വാസവും ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. അത് നിലനിർത്തണം. ക്ഷമയും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ നിലനിർത്തണം എന്നാണ് കാണുന്നത്. ഏത് വെല്ലുവിളിയെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ ഈ സ്ട്രെങ്ത് കാർഡ് പറയണത്. അടുത്ത് വന്നത് കംപ്ലീഷൻ ആണ്. അപ്പോ ഇതിലെ കംപ്ലീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൈക്കിള് പൂർത്തിയാകുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഈ ഓഗസ്റ്റിൽ അത് പൂർത്തിയാകാനുള്ള എല്ലാം ആയിട്ടുണ്ടായിരിക്കാം. പിന്നെ പൂർത്തിയാകാതെ കിടന്ന എന്തോ ഒരു കാര്യം പൂർത്തിയാക്കി നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങള് ചിലപ്പോ അത് വേണ്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇതുവരെയും ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ്. പോസിറ്റീവാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടാതിരുന്നത്, ഇതുവരെയും പറ്റാതിരുന്നത്,
ചിലപ്പോൾ വിട്ടുകളയാൻ കഴിയാതിരുന്നത് ആ കാര്യമൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്കത് പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ജോയി ആണ് വന്നിട്ടുള്ളത്. ഈ ഈ ഓഗസ്റ്റ് മാസത്തില് നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ്, സമാധാനം ഉണ്ടാവും. അതായത് ഹൃദയം നിറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. മാത്രമല്ല, ചെറിയ വിജയം പോലും നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി തരും. ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം പോലും അത് വലിയതായിട്ട് നിങ്ങൾക്ക് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേൽ ആണ്. അപ്പോ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ഹീലിംഗ് നടക്കുകയാണ് ഈ ഒരു സമയം. അത് പഴയ വേദനകളോ നിരാശകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാതെ നിങ്ങൾ പിടിച്ചു വെച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളോ അതൊക്കെ പതുക്കെ മാറി തുടങ്ങും. അത് ആ വേദനയൊക്കെ മാറി നിങ്ങളത് ഒരു വലിയൊരു കാര്യമാക്കാതെ നിങ്ങളുടെ വേദനയൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. പിന്നെ കുറെ ഇപ്പൊ നമ്മുടെ ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആരും സ്നേഹിക്കാൻ പറ്റില്ല, നമ്മളെ ആരും സ്നേഹിക്കില്ല. അതാണ് ഒരു പ്രശ്നം കേട്ടോ. നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിരുന്നാൽ നമുക്ക് പൂർണ്ണമായിട്ടും ആരെയും സ്നേഹിക്കാൻ പറ്റൂല. നമ്മൾ ആഗ്രഹിക്കുന്ന പല വ്യക്തികൾക്ക് നമ്മളോടൊരു സ്നേഹവും തോന്നാൻ ഈ ബ്ലോക്ക് കാരണമാവും. ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു സമയം തന്നെയാണിത്. അത് അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ ആൾക്കാർക്ക് ചിലരെങ്കിലും ഇത് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഹീൽ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും, അതും കാണുന്നുണ്ട്. പിന്നെ ഒരു നല്ല ചേഞ്ച് ആണ് കേട്ടോ. ഒരു ഹാർട്ട് ചക്ര ഹീലിംഗ് വരുമ്പോ തന്നെ അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ നല്ല മാറ്റം വരും എന്നാണ് കാണുന്നത്. പിന്നെ സ്റ്റോം വാണിംഗ് ആണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഒരു ജാഗ്രത വേണമെന്ന് കാണുന്നുണ്ട് കേട്ടാ ഇതില്. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എന്തോ ഒരു കാര്യം, ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പൊ അത് വലിയൊരു കാര്യമൊന്നും ആയിരിക്കണം എന്നില്ല. കാരണം ഇതിൽ ആദ്യം കിട്ടിയ കാർഡെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമല്ല. ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് വലിയൊരു കാര്യമൊന്നും അല്ല സംഭവിക്കുന്നത്. പക്ഷെ എന്തോ ഒരു കാര്യം നിങ്ങളൊന്ന് അവെയർ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു കാറ്റ് വന്ന എന്തോ ഒരു കാര്യത്തിന് മാറ്റം വന്നേക്കാം. പക്ഷെ അത് ചിലപ്പോൾ പെട്ടെന്ന് പോണതായിരിക്കും കേട്ടാ. ഇത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഈ എല്ലാ കാർഡ്സും നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമല്ല. പിന്നെ അടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടുള്ളൊരു എന്തോ കാര്യം നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലാതെ നടക്കാനൊരു മാറ്റം വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇതില് സൺറൈസ് ആണ്. ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചേഴ്സ്, ഫ്രഷ് സ്റ്റാർട്ട് ആണ് വന്നിട്ടുള്ളത്. പുതിയൊരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയാം. ഒരു നീണ്ട ഇരുട്ടിന് ശേഷം ഒരു വ്യക്തത വരുന്നു. അപ്പൊ പുതിയൊരു പ്രതീക്ഷ വരുന്നു എന്ന് പറയാം കേട്ടോ. ഈ ഒരു മാസം നിങ്ങൾക്കൊന്ന് പ്രതീക്ഷിക്കാം. എന്തോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വന്നേക്കാം. പിന്നെ വന്നിട്ടുള്ളത് മ്യൂളാണ്. അപ്പം ഇത് someone is extremely stubborn and unwilling to change ആണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില വ്യക്തികൾ ചിലപ്പോൾ മാറാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് ഇപ്പം. അപ്പോൾ അത് അവര് ചേഞ്ച് ആകാൻ താല്പര്യമില്ലാത്ത ചില ആൾക്കാർ. കാരണം മറ്റുള്ളവരെ ചേഞ്ച് ആക്കാൻ ശ്രമിക്കാതെ ഇപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ആരെയും ചേഞ്ച് ആക്കാൻ പറ്റൂല. നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ സ്റ്റബേൺ ആയിട്ടുള്ള ഏതോ ഒരു ആളുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ അവര് ചേഞ്ച് ആക്കി നമുക്ക് നമ്മളുടെ ജീവിതം ശരിയാക്കി കളയാം എന്നുള്ള ചിന്ത ഇനി ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകുന്നതായിരിക്കും. ഇത് സ്റ്റോം വാണിംഗ് അതായിരിക്കും. ഒരു മാറ്റം, നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യത്തിൽ നിന്നും ഒരു മാറ്റം വന്ന് നിങ്ങൾ മാറുന്നു. ആ വ്യക്തി മാറിയാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് ബൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നു. കോംപ്ലിമെന്റ്സ് ഫ്രം അഡ്മയറർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്കൊരു ഒരു പ്രശംസ കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഈ ഒരു സമയം വരുന്നു എന്നും പറയാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയം നിറയുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഈ ഓഗസ്റ്റ് മാസത്തിൽ ഈ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഒരു
ബാലൻസ് ആകുന്നതിൽ നിന്നും ഒരു വിക്ടറിയിലേക്കാണ് നിങ്ങൾ ഈ ഒരു മാസം പോണതെന്നുള്ളതാണ് കാണുന്നത്. മാസത്തിന്റെ അവസാനം ചിലപ്പോൾ എന്തെങ്കിലും ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് വന്നേക്കാം, പക്ഷെ അതൊരു വലിയ കാര്യമല്ല എന്നുള്ളതാണ് കാണുന്നത്. പൂർത്തിയാക്കാതെ കിടന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു മാസം പൂർത്തിയാക്കും കേട്ടോ. സന്തോഷവും അംഗീകാരവും ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉള്ള ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. ഈ ഒരു ഓഗസ്റ്റ് മാസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.